ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2023 ചോദിച്ചിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സമയം ഒട്ടും കളയാനില്ല. ആദ്യത്തെ ചോദ്യം, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആണ്, ശരിയാണ്. പ്രോട്ടോണിന്റെ എന്താണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ? അപ്പൊ 3 ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ? 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ? സോ ഇറ്റ്സ് ഓപ്ഷൻ എ. ഓക്കെ, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ ന്യൂട്രോണിന് ചാർജ് ഒന്നും ഇല്ല കേട്ടോ. ആ കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അടുത്തത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ് ഈ അയിര് കണ്ടുപിടിക്കുന്നത്. ഏത് ലോഹത്തിന്റെ അയിരാണ് കെലാമിൻ? കെലാമിൻ ഏതിന്റെയാണ്? സിങ്കിന്റെ ആണ് കേട്ടോ. സിങ്കിന്റെ അയിരാണ് കെലാമിൻ. ഓക്കെ, ജസ്റ്റ് ഓർത്തോളൂ. കെലാമിൻ ലോഷൻ ഒക്കെ അറിയാലോ ഇല്ലേ? കെലാമിൻ ലോഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഇടും എന്നൊക്കെ ഓർക്കാലോ. എസ് വെച്ചിട്ടുള്ള എസും കെയും ഒക്കെ ഉള്ള എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. സിങ്ക് കേട്ടോ, സിങ്ക് ആണ്. അതേപോലെ തന്നെ സിങ്ക് ബ്ലെൻഡും ഉണ്ട്. അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. സിങ്ക് ബ്ലെൻഡും കൂടെ ഉള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലെ? അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റും ക്രയോലൈറ്റും ഉണ്ട്. ക്രയോലൈറ്റ്. ഓക്കെ, അപ്പൊ അലുമിനിയത്തിന്റെ ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അതേപോലെ തന്നെ ക്രയോൺസ് ഒക്കെ ഉള്ള ബോക്സ് ആണെന്ന് ഓർക്കാം. അലുമിനിയത്തിന്റെ ഓരോ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. ഇനി കോപ്പറിന്റെ പറയുകയാണെങ്കിൽ കോപ്പറിന്റെ വരുന്നത് മെലക്കൈറ്റ് ഉണ്ട്. മെലക്കൈറ്റ്. ഓക്കെ, അതേപോലെ തന്നെ കുപ്രൈറ്റ് ഉണ്ട്. കുപ്രൈറ്റ്. ഓക്കെ, കാൽക്കോ പൈറൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കാൽക്കോ പൈറൈറ്റ്. അപ്പോൾ മെയിൻ ആയിട്ട് മെലക്കൈറ്റും കുപ്രൈറ്റും ആണ്. കോപ്പറിന്റെ ഒരു മാല എന്നുള്ള രീതിയിൽ ഓർക്കാം. കോപ്പറിന്റെ മാല കുപ്രൈറ്റും കൂടിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. കോപ്പർ പോലെ തന്നെ കുപ്രൈറ്റ് അല്ലെ? ഇനി അടുത്ത ഇരുമ്പാണ്. ഇരുമ്പിന്റെ പറയുമ്പോൾ ഇരുമ്പിന്റെ ഏതൊക്കെയുള്ള? ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ അയൺ പൈറൈറ്റ്സ് ഉണ്ട് കേട്ടോ. അയൺ പൈറൈറ്റ്സ്. അയൺ പൈറൈറ്റ്സ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അലുമിനിയത്തിന്റെ ബോക്സ്, അതുപോലെ തന്നെ ക്രയോൺസ് ഉള്ളത് ക്രയോലൈറ്റ്, പിന്നെ കെലാമിന്റെ സിങ്ക്, കോപ്പർ, മെലക്കൈറ്റ്, കുപ്രൈറ്റ്, കാൽക്കോ പൈറൈറ്റ്. ഇരുമ്പിന്റെ ആണെങ്കിൽ അയൺ പൈറൈറ്റ്സ്. ഓക്കെ, അപ്പൊ എന്റെ കൂടെ തന്നെ പഠിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അഷ്ടക നിയമം കേട്ടോ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? അഷ്ടക നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെ? അത് ആവിഷ്കരിച്ചിട്ടുള്ള ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ്. ഓക്കെ, അഷ്ടക നിയമം. അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തേക്കാണ് കേട്ടോ. മൂലകങ്ങളുടെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ 8ാമത് വരുന്ന ഓരോ മൂലകവും 1ാമത്തെ മൂലകത്തിന്റെ ഗുണങ്ങളായിട്ട് ആവർത്തിച്ചു വരുന്നു. അപ്പൊ അതാണ് അഷ്ടകം എന്ന് പറയുന്നത്. 8. ഓക്കെ, നമ്മുടെ സംഗീതത്തിലൊക്കെ പറയുന്ന പോലെ സരിഗമ പദനിസ അല്ലെ? 8 എന്നുള്ള രീതിയിൽ ന്യൂ ലാൻഡ്സ് കേട്ടോ. ജസ്റ്റ് ഓർക്കാം, അഷ്ടക നിയമം എന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാലോ. അപ്പൊ നമ്മളൊരു പുതിയ ലാൻഡിൽ എത്തും അല്ലെ? നമ്മൾ മ്യൂസിക് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ന്യൂ ലാൻഡിൽ എത്തും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ന്യൂ ലാൻഡ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. അതേപോലെ തന്നെ ഭാരത്തിന്റെ അറ്റോമിക ക്രമമാണെന്നുള്ള കാര്യം പ്രത്യേകം എല്ലാവരും നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിലാണിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇനി ഡൊബ്രൈനർ ട്രയാഡ്സ് ആയിട്ട്, ത്രികങ്ങളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ്. ഇനി ഓർത്തു വെക്കാം, ഡൊബ്രൈനർ എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തേക്കണത് ഡോബ് ആണ്, എന്നാലും ഡോഗ് എന്ന് ഓർത്തേക്കാണ്. ഡോഗും ആടും. ട്രയാഡ് എന്ന് പറയുമ്പോൾ ആടും. ഡോഗും ആടും എന്നാണ് ഞാൻ ഓർത്തു വെച്ചേക്കണത് കേട്ടോ. ഇനി മെന്റലീഫ്. മെന്റലീഫ് എന്ന് പറയുന്നത് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെന്റലീഫ് ആണ്. ആവർത്തന പട്ടികയുടെ കേട്ടോ. ഇനി മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയുള്ളത് മെന്റലീഫ് ആണ്. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. അതേപോലെ തന്നെ അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഇനി മോസ്ലി എന്ന് പറയുന്നതോ? മോസ്ലിയുടെ മോ വെച്ചിട്ട് തന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് കേട്ടോ. അപ്പൊ മോഡേണിന്റെ മോയും മോസ്ലിയുടെ മോയുമായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ചോദിക്കുകയാണെങ്കിൽ മോസ്ലിയാണ്. അതേസമയം പീരിയോഡിക് ടേബിളിന്റെ അല്ലെങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മെന്റലീഫ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി ജലത്തിലെ ഘടക മൂലകങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ? ജലം എന്ന് പറയുമ്പോൾ H2 ആണ്. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് അല്ലെ? ഹൈഡ്രജനും ഓക്സിജനും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻക്യുബേറ്ററിൽ അടുത്ത ചോദ്യം നോക്കാം. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഓരോ പോയിന്റ്സ് നോക്കാം. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബവും അല്ലെ?
അതായത് ഒബ്ജക്റ്റിന്റെ സൈസ് തന്നെയായിരിക്കും ഇമേജിന്റെ സൈസും. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ അതേ സൈസ് തന്നെയായിരിക്കില്ലേ കണ്ണാടിയിലും കാണാം. അപ്പൊ അത് കറക്റ്റ് ആണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബവും. പിന്നെ പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അത് തെറ്റാന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലോ അല്ലെ? സെയിം ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. അല്ല, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവും ദർപ്പണവും ഇപ്പൊ നമ്മളും ഒരു മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ദർപ്പണവും, അതായത് നമ്മുടെ മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് രണ്ടും തുല്യമാണ് കേട്ടോ. അപ്പൊ അതോടെ പഠിച്ചു വെച്ചേക്കുക. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്റെയും, അതേപോലെ തന്നെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ 77ന്റെ ആൻസർ ആയിട്ട് വരുന്നത് സവിശേഷതയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2ഉം 3ഉം ആണ് സവിശേഷത അല്ലാത്തത് കേട്ടോ. സോ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. അടുത്തത്, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദ്യം. ഇവിടെയാണ് 27 1/3 ഡേ ആണ് കേട്ടോ. അപ്പൊ 27 1/3 ദിവസമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, ഇനി പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് തരം ചലനമാണ്? ഏത് തരം ചലനമാണ് പെൻസിലിന്റെ? വർത്തുള്ള ചലനം അല്ലെ? വർത്തുള്ള ചലനമാണ്. ഒരു സർക്കുലർ മോഷൻ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ വർത്തുള്ള ചലനമാണ്. ഇനി അടുത്തത് ദോലനമാണ്. ദോലനം എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ ആണ് കേട്ടോ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ടൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഈ പെൻഡുലൊക്കെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്ന ഒരു ചലനത്തെയാണ് നമ്മൾ ദോലനം എന്ന് പറയാ. അതായത് നമ്മുടെ പെൻഡുലം പോലെ തന്നെ ഒരു നിശ്ചല ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്ന ആ ഒരു ചലനത്തെയാണ് ദോലനം എന്ന് പറയാ. അപ്പൊ അതിന്റെ എക്സാമ്പിളുകളായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഊഞ്ഞാല് പറയാം. ഊഞ്ഞാലിൽ നടക്കുന്നത് ദോലനമാണ്. അതേപോലെ തന്നെ പെൻഡുലം ക്ലോക്ക്. ഞാനത് വേഗം വേഗം പറഞ്ഞു പോവാട്ടോ. ദോലനം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഊഞ്ഞാലുണ്ട്, പിന്നെ പെൻഡുലം ക്ലോക്ക് ഉണ്ട്, പിന്നെ ഏതാ കടൽ തീരൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി ദ്രുതഗതിയിലുള്ള ഓസിലേഷനെയാണ് നമ്മൾ എന്ത് പറയാ? കമ്പനം എന്ന് പറയാ കേട്ടോ. ദ്രുതഗതിയിലുള്ള ഓസിലേഷൻ എന്താ പറയാ? കമ്പനം എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് നേർരേഖാ ചലനം? നേർരേഖാ ചലനം എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ നേർരേഖയിലുള്ള ചലനത്തെയാണ് നമ്മൾ നേർരേഖാ ചലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ അല്ലെങ്കിൽ ട്രെയിൻ, ഇതൊക്കെ ഒരു ലീനിയർ മോഷനിലാണ് പോണേ അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ പോലെ. അപ്പൊ അതൊക്കെ നേർരേഖ ചലനമാണ് കേട്ടോ. ഞെട്ടറ്റ് വീഴുന്ന മാങ്ങ, അതേപോലെ തന്നെ ട്രെയിനിന്റെ മോഷനൊക്കെ അത് നേർരേഖ ചലനമാണ്. അടുത്തത് ഭ്രമണമാണ്. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻ അല്ലെ? റൊട്ടേഷൻ. അപ്പൊ ഭ്രമണം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ പരിക്രമണം ഉള്ള കാര്യം ഓർത്തു വെക്കാം. പരിക്രമണം എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ ആണ്. ഇനി റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണത്തിൽ എന്താ പറയുന്നത്? അതായത് ആ ഒരു വസ്തുവിൽ തന്നെയായിരിക്കും അതിന്റെ ആക്സിസ് ഉണ്ടാവുന്നത്. അക്ഷം ആ വസ്തുവിൽ തന്നെയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭൂമി സ്വയം തിരിയുന്നു. ഇപ്പൊ ഭൂമി സ്വയം തിരിയുകയാണെങ്കിൽ ഇപ്പൊ ഭൂമി ഇങ്ങനെ, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഭൂമിയുടെ അകത്ത് തന്നെ അല്ലെ? അല്ലെങ്കിൽ അതിന് ഉള്ളിൽ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ റൊട്ടേഷൻ മനസ്സിലായോ? അത് ആ ഒരു ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ അകത്തായിരിക്കും. അപ്പോ അങ്ങനെ വരുന്ന കേസാണ് നമ്മൾ ഭ്രമണത്തിൽ പറയാ. ഓക്കെ, ഇനി പരിക്രമണത്തിന്റെ കേസ് പറയുമ്പോ എങ്ങനെയാ? അക്ഷം ആ വസ്തുവിന്റെ പുറത്തായിരിക്കും അല്ലെ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും വലം വെക്കുന്നു. ഓക്കെ, ഭൂമി അപ്പോ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അതിനകത്തായിരിക്കില്ല അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് കേട്ടോ. ഭൂമിയുടെ പുറത്തായിരിക്കും. ആ ഒരു കേസ് പറയുന്നതാണ് പരിക്രമണം. പരിക്രമണം. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ആക്സിസിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം, ചോദിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പമ്പരം കറങ്ങുന്ന കേസ് പറയുകയാണെങ്കിൽ അത് റൊട്ടേഷൻ ആണ്. കാരണം നമ്മുടെ ഭൂമിയുടെ കേസ്, ഭൂമി തിരിയുന്ന പോലെ തന്നെയാണ് പമ്പരത്തിന്റെ ഒരു റൊട്ടേഷൻ മോഷൻ വരുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് പമ്പരത്തിന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ഇനി ഒരു ജൈന്റ് വീലിന്റെ കേസ് ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ജൈന്റ് വീലിന്റെ കേസ് മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ അകത്ത് തന്നെയാണ്. അപ്പൊ അവിടെ റൊട്ടേഷൻ ആണ്. അതേസമയം ഈ ജൈന്റ് വീലിന്റെ ഓരോ എന്താ പറയാ, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ ചെയർ പോലെ എടുക്കില്ലേ? അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നീരാവിയാണ് അല്ലെ? സ്റ്റീം ആണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള. ഊർജ്ജം ഉണ്ടെങ്കിൽ എനർജി കൂടുന്ന അനുസരിച്ചിട്ട് എന്താ പറ്റുക? മോളിക്യൂൾസിനൊക്കെ നീങ്ങാൻ പറ്റും. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടാവും. അപ്പൊ അതേപോലെ നീരാവിയാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ. ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണ്ട അയിര് ഏതെന്നാണ് ചോദ്യം. വീണ്ടും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അയിര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇപ്പോ അയണിന്റെ അയിര് ചോദിക്കുകയാണെങ്കിൽ അയണ്ട ഏതാണ്? ഹെമറ്റൈറ്റ് ആണ് അല്ലെ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റ് ഒക്കെ അയണ്ട അയിരുകളായിട്ട് പറയുന്നതാണ്. ബോക്സൈറ്റ് നമ്മുടെ അലുമിനിയത്തിന്റെ ബോക്സ് എന്ന് പറഞ്ഞു അല്ലെ? ക്രയോലൈറ്റ് ഒക്കെ വരുന്നത്
കെലാമിൻ സിങ്കിന്റെ ആണെന്നറിയാം. ഓക്കെ. കുപ്രൈറ്റ് ഏതിന്റെയാണ്? കുപ്രൈറ്റ് കോപ്പറിന്റെ ആണ്. ഓക്കെ. ഇനി ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ഓക്കെ. ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ആയിട്ട് നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം അത് നൈലോൺ ആണ്. അപ്പൊ നൂലിന്റെ നാ വെച്ചിട്ട് തന്നെ നൈലോൺ കേട്ടോ, നൈലോൺ ആണ്. അതേസമയം ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് പ്ലാസ്റ്റിക് ചോദിക്കുകയാണ് ഏതാണ്? അത് ബേക്ക്ലൈറ്റ് ആണ്. ഓക്കെ. ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് പ്ലാസ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ അത് ബേക്ക്ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് വെച്ചിട്ടൊക്കെ കവർ ചെയ്ത് കൊടുക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇതാണ് കേട്ടോ, പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ബേക്ക്ലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? ഓക്കെ. അപ്പോ ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മുടെ മിറർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് വന്ന് വീഴുന്ന റേനെയാണ് നമ്മൾ പതന രശ്മി എന്ന് പറയുന്നത്. ഇതാണ് റിഫ്ലക്ട് ചെയ്തു പോകുന്നത്. ഇത് പ്രതിപതന രശ്മിയാണ്. അപ്പൊ ഈ ആംഗിളും സെയിം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? അതും 60 ഡിഗ്രി തന്നെയാണ് അല്ലെ. സോ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി. ഇനി മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ഏതാണ്? മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം അതിനെ പറയുന്നത് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം അല്ലെ, പ്രതല ബലം. ഇനി വിസ്കസ് ബലം എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കസ് ഫോഴ്സ് ആണ് വിസ്കസ് ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിന്റെ ലെയേഴ്സ് തമ്മിലുള്ള ഒരു എന്താ പറയാ, തമ്മിലുള്ള ഒരു ഘർഷണ ബലം, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാ. ലെയേഴ്സുകൾ തമ്മിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മോഷനെ, അതായത് നീങ്ങുന്ന ഒരു വസ്തുവിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം കേട്ടോ. അതാണ് ഘർഷണ ബലം. അപ്പൊ വെള്ളത്തിന്റെ കേസ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലെയേഴ്സിന്റെ കേസ് പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നതാണ് വിസ്കസ് ബലം. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഭൂഗുരുത്വ ബലം. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഭൂഗുരുത്വ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ല, എല്ലാ ബോഡിയും മറ്റെല്ലാ ബോഡീസിനും അട്രാക്ട് ചെയ്യും. അപ്പൊ ഒരു ബോഡി മറ്റൊരു ബോഡിയിൽ ഒന്ന് വീഴാത്തതിന്റെ മെയിൻ റീസൺ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് എന്താ? ഇതാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് അല്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഏതാ? നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്നുള്ള കാര്യം കൊണ്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പൊ മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ചോദിക്കുകയാണെങ്കിൽ അത് സർഫസ് ടെൻഷൻ ആണ്, പ്രതല ബലം. ഓക്കെ. അപ്പൊ ഇതേപോലെയുള്ള ഓരോരോ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഞാൻ ഡെയിലി ഇടാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം കമന്റ് ചെയ്യാൻ പറയുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം തന്നെ ചെയ്യാം. ലെങ്ത് കൂട്ടണമെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.